നന്നായിട്ട് ഒന്നുകൂടി ആലോചിക്ക്. അപ്പോഴേ ഈ ചെയ്യാൻ പോകുന്നത് മണ്ടത്തരമാണെന്ന് ഏട്ടത്തിക്ക് മനസ്സിലാവും. അംബികെ, നീ മാറി നിക്ക്. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാ. മുമ്പ് ഞാൻ ചെയ്തതൊന്നും തെറ്റുമല്ല. പക്ഷേ ഈ ഒരു ശരിയിലേക്ക് ഇങ്ങനെ തന്നെയാ വരേണ്ടിയിരുന്നത്. അതുകൊണ്ട് തടസ്സം നിൽക്കാതെ മുന്നിൽ മാറി നിക്ക്. മാറി നിക്ക. ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് മിണ്ടാതെ ഇതിനകത്ത് തന്നെ അങ്ങ് ഇരുന്നാ മതിയല്ലോ. പുറത്ത് എന്തൊക്കെ പുകില നടക്കുന്നതെന്ന് ഏട്ടൻ അറിയുന്നുണ്ടോ? ഈ വീടിന്റെ കാരണവർ ഏട്ടനാ. ആ ഏട്ടൻ തന്നെ ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്കൊന്നും കേൾക്കണ്ട. ആരും എന്നോടൊന്നും സംസാരിക്കും വേണ്ട. എന്നുവെച്ചാ നിന്റെ ഏട്ടൻ എന്തിനാ പിണങ്ങിയിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ അംബികെ? ഞാൻ ഈ ഇരിപ്പിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമല്ലോ സുഭദ്രേ. അത് മതി, കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. ഈ ഏട്ടൻ ഇതെന്താ പറ്റിയത്? എന്റെ ഏട്ടാ, ഏട്ടൻ ഇങ്ങനെ ഒന്നിലും ഇടപെടാതിരുന്ന ശരിയാവത്തില്ല. ഏട്ടത്തി കാണിച്ചു വെച്ച അബദ്ധം കേൾക്കണോ? അവരുടെ കയ്യിൽ പണം തികയാതെ വന്നപ്പോ ബാക്കി പണം മുഴുവൻ കൊടുക്കാന്ന് സമ്മതിച്ചിട്ട് വന്നിരിക്കുക ഏട്ടത്തി. വല്ല കാര്യം ഉണ്ടായിരുന്നോ? സുഭദ്രേ, എന്താ ഇവള് പറയുന്നൊക്കെ സത്യമാണോ? നീ അങ്ങനെ പറഞ്ഞോ? ചിന്നുവിനെ ഇത്രയും പേര് സ്നേഹിക്കുന്നില്ലേ? അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ അവരെല്ലാം തയ്യാറാവുന്നില്ലേ? അതിന്റെ അർത്ഥം അവരുടെയൊക്കെ ഉള്ളില് ചിന്നുവിന്റെ സ്ഥാനം അത്രയ്ക്ക് വലുതാണെന്നാ. അപ്പൊ ഞാൻ ഒരുത്തി കാരണം അവരുടെ സ്വപ്നവും പ്രതീക്ഷയൊന്നും നശിക്കാൻ പാടില്ല. ചിന്നു തിരിച്ചു വരണം. എനിക്കുള്ളതൊക്കെ ഞാൻ കൊടുക്കാം. അതൊക്കെ അവരെടുത്തോട്ടെ. എന്നിട്ട് ചിന്നുവിനെ എനിക്ക് തിരിച്ചു തരണം. ആ മാണിക്യം ഇനി എന്നും എന്റെ കൂടെ ഉണ്ടാവണം. ഇപ്പോഴാ താൻ പൂമംഗലത്തെ സുഭദ്രയായത്, ഈ ജഡ്ജി ഗോവിന്ദമേനോന്റെ ഭാര്യയായത്. ഇതാണ് ശരി. ഇത് മാത്രമാണ് ശരി. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ദേ ഇതൊന്ന് എണ്ണി നോക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ഓ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചോ? അംബികയെ, മിണ്ടാതെ അടങ്ങി നിന്നോണം. എന്റെ ജഡ്ജി സാറേ, അംബികയുടെ കാര്യം വിട്ടേക്ക്. ദേ ഇത് എത്രയുണ്ടെന്ന് എണ്ണി നോക്കി. നോക്കാം, എന്നാലും തികയില്ലല്ലോ. നീ എന്നോട് ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ബാങ്കിൽ നിന്ന് പണം എടുക്കായിരുന്നല്ലോ. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇവിടെ പൊന്നിന്റെ ഗോൾഡ് ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് കൊടുക്കാമല്ലോ. സ്വർണ്ണം എടുത്തു കൊടുക്കാൻ പോവാണോ? ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോ ഉപയോഗിക്കാനല്ലേ ഗോൾഡ് വെച്ചിരിക്കുന്നേ, അല്ലാതെ പിന്നെന്തിനാ? എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ കൊടുക്കും. അവളെ എനിക്ക് തിരിച്ചു വേണം. അത് മാത്രം മതി എനിക്ക്. എന്റെ ദൈവമേ, പൊന്നിന്റെ സ്വർണ്ണം എടുത്തു കൊടുക്കാൻ പോകുന്നു. കൊടുക്കും, എല്ലാം ഞാൻ കൊടുക്കും. എടുത്തി, ഇത് പൊന്നുവിന്റെ പേരില് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് അല്ലേ? ഇതും എടുത്തു കൊടുക്കാൻ പോവാണോ? തികയാത്ത എമൗണ്ടിന് ഗ്യാരണ്ടി ഈ ഡോക്യുമെന്റാ. എന്റെ ഏട്ടത്തി, പൊന്നുവിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചതൊക്കെ വല്ല പെണ്ണിന് വേണ്ടി തൊലച്ചു കളയേണ്ട കാര്യമുണ്ടോ? ഇത് പൊന്നുവിന് വേണ്ടി തന്നെയാ ഞാൻ ചെയ്യുന്നത്. എന്റെ പൊന്നുവിന് ഇങ്ങനെ ഒരു ആവശ്യം വന്നിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ എടുത്തു കൊടുക്കില്ലേ? ആരോരും ഇല്ലാത്ത ചിന്നുവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്താ എന്റെ പൊന്നുവിനെ ദൈവം കാത്തോളും. പിന്നെ എന്റെ പൊന്നുവിനെ ഓർത്ത് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ജഡ്ജി സാറേ, ആ പൈസ ഇങ്ങ് തന്നേ. ഏട്ടാ, ഏട്ടത്തിയുടെ ഈ അഹങ്കാരം കണ്ടിട്ട് ഏട്ടനൊന്നും തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. ആണല്ലേ? എന്നാൽ എന്താ ഏട്ടൻ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാ പെട്ടെന്ന് ചെയ്യ. അല്ലെങ്കിലേ ഏട്ടത്തി അതൊക്കെ കൊണ്ടുപോയി തൊലയ്ക്കും. എന്നെ ഇത്രയും സന്തോഷിപ്പിച്ച ഒരു കാര്യവും നിന്റെ ഏടത്തി ഈ ആയുസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൾ എന്നെ തോപ്പിച്ചു കളഞ്ഞു.